സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പഹാടി രാഗത്തിൽ സുറുമ എഴുതിയ മിഴികളെ ഇതിന്റെ ഹമ്മിങ്ങും കൂടി നിങ്ങൾക്ക് ചെയ്തു തരാനുണ്ട്. അത് ചെയ്യാം നമുക്ക്. പിന്നെ എല്ലാം പാട്ടിനെ കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തതാണ്. ഇനി കൂടുതൽ അതിനെപ്പറ്റി പറയണ്ട. നമുക്ക് ആവശ്യം പ്രാക്ടിക്കലാണ്, പാട്ടാണ്, തിയറി അല്ല. അപ്പൊ പാട്ടിലേക്ക് പോകാം നമുക്ക്. ഏറ്റവും നല്ല കാര്യം പാട്ടാണ്. നിങ്ങൾക്ക് പാട്ട് പാടുക വേണ്ടത്, അത് പഠിച്ചോളി. അതുകൊണ്ടാണ് ഞാൻ തിയറി കൂടുതലായിട്ട് സംസാരിക്കാത്തത്. അത് ഒന്നേ നടക്കുള്ളൂ എപ്പോഴും. ശ്രുതി 4 പറഞ്ഞിട്ടുണ്ട്. ഗാ രി ഗ മ രി ഗ രി സ, ഗാ രി ഗ മ രി ഗ രി സ, ഗാ രി ഗ മ രി ഗ രി സ, ആ ആ ഗാ രി ഗ മ രി ഗ രി സ, ആ ഒരു പ്രാവശ്യം കൂടി. ഗാ രി ഗ മ രി ഗ രി സ, ആ അടുത്തത് നിദാ നിരി നിരി നിദപ, 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 ശ്രദ്ധ വേറെ എവിടെ പോയി, ഒന്നും നന്നായി പറഞ്ഞുതരാം. നിദാ നിരി നിരി നിദപ, നിദാ നിരി നിരി നിദപ, നിദാ നിരി നിരി നിദപ, മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് പദസ ദസ ദപഗ, പദസ ദസ ദപഗ, ബേസ്. പദസ ദസ ദപഗ, പദസ ദസ ദപഗ, ആ കുറച്ച് ശക്തിയിലൊക്കെ പാടുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാനും വേണ്ടിയിട്ടൊക്കെയാണ്. ഇതെല്ലാം കേട്ട് സ്വരസ്ഥാനം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് യേശുദാസ് എങ്ങനെയാണോ പാടിയത് അതുപോലെ മൂഡിലേക്ക് ഇത് പാടണം. പദസ ദസ ദപഗ, പാരിരി സസദ സ, പാരിരി സസദ സ, പാരിരി സസദ സ. ഇത് ഒന്നിച്ച് വരുന്നതാണേ, അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങള്. ഇതൊക്കെ ഒന്നിച്ച് വരുന്ന സാധനം. ഇത് പദസ ദസ ദപഗ പാരിരി ദസ ഒന്നിച്ചുള്ളതാ. അതാ കാണിച്ചതാ. പദസ ദസ ദപഗ, പാരിരി ദസ, പാരിരി സസദ സ. വിട്ടുപോയില്ലേ? ഒന്ന് നന്നായി പറഞ്ഞുതരാം. പദസ ദസ ദപഗ, പാരിരി സസദ സ. ഒരു ശ്വാസത്തിൽ പാടണ്ട കേട്ടോ അത്. അപ്പൊ ഞാൻ നിങ്ങൾക്കത് സെപ്പറേറ്റ് ചെയ്ത് തരികയാണ്, ക്രിസ്പി ചെയ്ത് തരികയാണത്. പദസ ദസ ദപഗ. അപ്പൊ എന്താ വേണ്ടത്? പദസ ദസ ദപഗ, പാരിരി സസദ സ, പാരിരി സസദ സ, പാരിരി സസദ സ,
നിത നിരി നിരി നിത പദ സദ സദ പഗ പാരി സദ സ. അപ്പൊ മനസ്സിലായോ? ഇപ്പം ഇതാണ് ഇതിന്റെ ഹമ്മിങ്. ഇന്ന് ഞാന് ഇത് ചെയ്യാൻ കൂടി വരുമ്പം തന്നെ ഒരു സ്ത്രീ ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ ഇങ്ങനെ വന്ന് പൈസ ചോദിച്ചു. സ്ത്രീക്ക് കാണുമ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, കൊടുത്തിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ പാത്രം കണ്ടറിഞ്ഞ് കൊടുക്കാനൊന്നും നമുക്ക് കഴിയൂല. ഇതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞതൊരു വെട്ടിത്താ. കണ്ടറിഞ്ഞ് പാത്രം ചിലപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാവും. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണോ ആ ഉദ്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജ്ഞാനദൃഷ്ടിയൊന്നും നമുക്ക് ഇല്ലല്ലോ. പഴയ ശിവനും വിഷ്ണു ബ്രഹ്മാവിൻ്റെമാരുള്ള ജ്ഞാനദൃഷ്ടിയൊന്നും നമുക്ക് ഇല്ല. അവർക്ക് ആജ്ഞ ചക്രത്തിൽ ഒരു ദൃഷ്ടി ഉണ്ടായിരുന്നു, തുറന്നിട്ടാണ് എപ്പോഴും. കൊയിലാണ്ടിയും കൊച്ചിയൊക്കെ എന്ത് നടക്കുന്ന സ്പോട്ടിൽ അവർ പറയും, ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ. നമുക്ക് അതൊന്നും ഇല്ല, നമ്മൾ മനുഷ്യന്മാരാ, ഒരു അവതാരങ്ങളാണ്. അപ്പോൾ പാത്രം അറിഞ്ഞ് കൊടുക്കാനൊന്നും പോയി കഴിയില്ല. എന്താണോ ചോദിച്ചത് അത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 ആൾക്കാരായി എന്നെ വിളിക്കുന്നു ഇങ്ങനെ കാര്യത്തിന്. എന്താ, അവരൊക്കെ റിട്ടയർഡ് ആയ ആൾക്കാരാണ്, നല്ല കോടീശ്വരന്മാരാണ്. പലരും സെയിൽ ടാക്സ് ഓഫീസറായിട്ടും പിന്നെ ബാങ്ക് മാനേജറും ബാങ്ക് പ്രിൻസിപ്പാളായിട്ടുണ്ട്, വക്കീലായിട്ടുണ്ട്, ജഡ്ജി ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള ഓരോരോ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്, വലിയ പൈസക്കാരാണ്. അപ്പൊ ഇവരെന്നോട് എന്താ പറയാ, മാഷ എനിക്ക് പാട്ട് വേറൊരു പാട്ട് സജസ്റ്റ് ചെയ്യും, ഒരു പാട്ട് അതൊന്ന് മാഷ് നൊട്ടേഷനൊക്കെ ഇട്ടെന്നിട്ട് ഞങ്ങൾക്ക് തരുമോ, പഠിക്കാനൊന്നുള്ള നേരം ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞാൻ പറയാം, അയ്യോ അങ്ങനെയാണ്. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ തന്നെയാ പറയാ, ചിലർ ഹാർമോണിയത്തിനായിരിക്കും പറയാ. അപ്പം അവർക്ക് പഠിക്കാനൊന്നും നേരമില്ല. ഈ നമ്മളിത് ചെയ്തു കൊടുത്താൽ പഠിക്കാൻ നേരമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്നോളി, ഞങ്ങൾക്ക് പഠിച്ചുകൂടെ, നമുക്ക് ഒരു ടൈം ടേബിൾ ആയിട്ട് കൊണ്ടുപോയിക്കൂടെ. അയ്യോ അതിനൊന്നും നേരമില്ലേ മാഷെ, ഞങ്ങൾക്ക് നേരമില്ലാഞ്ഞിട്ടല്ല, ഒരു പൈസ പോയിട്ട് ഒരു ഉറുപ്പ്യ പോയിട്ട് ഒരു പൈസ ചെലവാക്കൂല അവര്. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്, തമോ ഗുണത്തിൽപ്പെട്ട. ജീവിതകാലം മുഴുവൻ കുന്നുകൂട്ടി പൈസ ഉണ്ടാക്കുന്നതല്ലാണ്ട് ഒരു ജീവിക്ക് സഹായിക്കില്ല. എന്ത് ചെയ്യും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെല്ലാം ലോകത്ത് നടന്നാലും ഒരു 10 ഉറുപ്പ്യ പോയിട്ട് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനോ വസ്ത്രത്തിനോ എന്തോ ഒരു വീടുണ്ടാക്കാനാണെങ്കിലോ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും പൈസ കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് ചെയ്യാം. അതിൽ തന്നെയാണ്, ആ കർമ്മങ്ങളിലാണ് നമുക്ക് ശരിക്കും നമ്മൾക്ക് അനുഗ്രഹം. ഞാനൊക്കെ ശരിക്കും ഈ ഇവിടെ ഇരിക്കുന്നതും നിങ്ങൾക്ക് ചെയ്തു തരുന്നതും ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. മനസ്സിലായില്ലേ? തക്ക എൻ്റെ മെയിൻ ഗുരുനാഥന് തക്ക സമയത്ത് എനിക്ക് ദൈവം തന്നെ ആ മനസ്സുള്ളതുകൊണ്ട് പൈസ തന്ന് ഞാൻ കൊണ്ടു കൊടുക്കും, ഹെൽപ്പ് ചെയ്യും. അസുഖം പിടിച്ച് കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് രക്ഷപ്പെടും, 100% നമ്മൾ രക്ഷപ്പെടും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ എപ്പോഴും ഒബീഡിയൻസ് ചെയ്ത് ജീവിക്കണം. മനസ്സിലായില്ലേ? ദൈവത്തെ ഓഫറിങ് ചെയ്ത് ജീവിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ എപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. മനസ്സിലായോ? ആ ബ്ലെസ്സിങ് നമുക്ക് ഇല്ലാതിരിക്കൂല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ധർമ്മം നമ്മൾക്കൊരു യഥോ ധർമ്മ തഥോ ചെയ്യാന്നാ പറഞ്ഞത്. അത് നമ്മൾ നിലനിർത്തണം. അതിനു വേണ്ടി ജനിച്ചതാണ്. ഈ പങ്കളിച്ച ആളുകളെ പോലെ ഒരുപാട് തമോ ഗുണത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരൊക്കെ സമ്പാദിച്ചു കൂട്ടി വെച്ച പൈസ ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഇവരെ മക്കള് പലതരത്തിലായിരിക്കും. ചിലർ നല്ലവരുണ്ടായെങ്കിൽ, ഇല്ലെങ്കിൽ ഇവര് വേണ്ടാതെ ദൂർത്തടിക്കും. ഇവര് കർമ്മം ചെയ്തു വെച്ച പൈസ ഇവര് ദൂർത്തടിച്ച അതും കൂടി ഇവർ ആത്മാവാണ് അനുഭവിക്കുന്നത്. എന്തോ കഴിഞ്ഞ ജന്മം നല്ല ചെയ്തിട്ടേക്ക് ഇവർ ഇങ്ങനെ ദൈവം നന്നാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ജന്മം ഇവർ അത്രയ്ക്കും പലതും കണ്ടില്ല കേട്ടില്ല ദ്രോഹം ചെയ്യുമ്പം ഇവരെ എങ്ങനെയൊക്കെ ജനിക്കുക? എനിക്ക് തോന്നില്ല. വലിയ പന്നിയോ പോത്തോ അല്ലെങ്കിൽ എന്താണോ ദൈവത്തിന് കാണുന്നത് അതായിട്ടേക്ക് ഇവർ ജനിക്കുക. ആരായാലും, ഞാനായാലും, നമ്മൾ ആരായാലും, ഞാൻ ഇനിയും കൂടി കൂട്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ ഒരു സത്യം കൂടി ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ പിന്നെ ഒരു അച്ഛൻ ഒരിക്കലും ആർക്കും ഒരു ഉറുപ്പ്യ പോലും കൊടുക്കൂല. വേറൊരു എൻ്റെ ഒരു പ്രായമായ ഒരാൾ പറയാണ്, ഞാൻ ഹോട്ടലിൽ പോയിട്ട് 2 കഷ്ണം പെട്ടും മത്തിയും പോളിയും പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇയാളെ ലോറി ഡ്രൈവറാ വരുമ്പോഴും ഇയാളെ പറ്റിയാ പറയുന്നത്, ഈ മറ്റാളെ പറ്റിയിട്ട് പൈസ ചെലവാക്കാത്ത. ഒരു കഷ്ണം പെട്ട് തിന്നുമ്പോഴേക്കും അയാൾക്ക് തിന്നുമ്പോഴേക്കും എക്കിട്ടിടുന്നെന്നാ പറഞ്ഞത്. എന്നിട്ട് സത്യമാണ്, അയാൾ ഇപ്പം അവരുടെ മകൻ അത് ദൂർത്തടിക്കുകയാണ്. എത്ര പൈസ, കോടിക്കണക്കിന് പൈസയാണ്. ഇയാൾ വെള്ളം കൂടി കുടിക്കാതെ വരെയൊക്കെ ഉണ്ടാക്കിയ പൈസ ഇയാൾ ദൂർത്തടിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും?
ആ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ വീട്ടിൽ വരിക, കുടിക്കുക, മദ്യപിക്കുക. അപ്പം ഇതൊക്കെ നമ്മൾ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കർമ്മം, അച്ഛനും അമ്മയും കുട്ടികളും ആരുണ്ടായിട്ടും കാര്യമില്ല, ഒരാളുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് എന്റെ മോള് ചീത്ത കർമ്മം ചെയ്ത് അവളെ അനുഭവിക്കുമ്പോൾ ഞാൻ നോക്കിക്കാനേ എനിക്ക് പറ്റൂ. അതേമാതിരി നേരെ തിരിച്ച് ഞാനാണെങ്കിലും അവർക്ക് നോക്കിക്കാനേ പറ്റുള്ളൂ. ഞാൻ ചെയ്ത കർമ്മം ഞാൻ അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആരായി തീരണമെന്ന് ദൈവം തീരുമാനിക്കുന്നത്. അതുപോലെ ആയി തീരും. പിന്നെ എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? ഉള്ള ജന്മം, കിട്ടിയ ജന്മം സുഹൃതം ചെയ്ത ജന്മ ആക്കി മാറ്റാൻ പറ്റും. അടുത്ത ജന്മങ്ങൾ സുഹൃതം ചെയ്ത ജന്മാക്കി മാറ്റാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പറയാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാവരും ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ശരി.